വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ സിംഗിൾ പ്ലെയർ ന്യൂ വേൾഡ് തുടങ്ങാൻ പോവുകയാണ്. സർവൈവൽ സീരീസ് പറയാം. അപ്പോൾ ഇത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണും ഗൈസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ഗൈസ് വെറുതെ കണ്ടിട്ട് പോയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ഗൈസ്. അപ്പോൾ ഗൈസ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഭയങ്കര അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ കയറുന്നില്ല ഗൈസ്. വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ആ വ്യൂവേഴ്സ് കാണുന്നവർ ലൈക്ക് അടിക്കുന്നില്ല ഗൈസ്. എന്താണ് ലൈക്ക് അടിക്കാത്തത്? എല്ലാവരും ലൈക്ക് അടിച്ചുവിടുക ഗൈസ്. എന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. വീഡിയോ ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാവത്തുള്ളൂ. എല്ലാവരും ലൈക്ക് അടിച്ചുവിടുക ഗൈസ്. നമുക്കപ്പോൾ കളിക്കേണ്ടത് സിംഗിൾ പ്ലെയർ. ഇത് ഏതൊരു പൊട്ട വേൾഡ് ഉണ്ടാക്കിയിട്ട് വെറുതെ തുടങ്ങി ഗൈസ്. ഇതിട്ടാണല്ലോ പുതിയ വേൾഡ് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇതിനെന്ത് പേരൊന്നും ഇതെല്ലാം ഡിലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു. ഡിലീറ്റ് ആയി. ഈ വേൾഡിന് എന്ത് പേരുന്നു ഗൈസ്? പറ. ഞാൻ ഒരു പേരിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ പേരൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ദി വേൾഡ് ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. സർവൈവലല്ലേ ആണെന്ന് തോന്നുന്നു. ക്രിയേറ്റീവാണ് ഞാനിപ്പോൾ മാറ്റും ഗൈസ്. ഉറപ്പായിട്ടും മാറ്റും. സർവൈവൽ മാത്രം കളിക്കത്തുള്ളൂ. ക്രിയേറ്റീവോട്ട് പോകണേ ഇല്ല. വരട്ടെ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് അടിക്കും ഗൈസ്. വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പയ്യോരോട് ഗൈസ് ഞാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എവിടെയാണ്? ലാഗണ്ടതാ. ഞാൻ ഇച്ചിരി ഇതൊക്കെ ഒന്ന് കുറച്ചെടുത്തേ. 90 ഇട്ടാകും. തിരിച്ചിട്ട് ലാഗ് മാറും. ഫസ്റ്റ് തന്നെ നമുക്ക് മരം വെട്ടണ്ടേ. സൗണ്ട് കൂട്ടിയിട ഇച്ചിരി. ലാഗുണ്ട് ഗൈസ്. ലാഗുണ്ട്. ഈ മരം വെട്ടാം. എത്ര സൗണ്ട് മതിയോ? ഞാൻ പറയണേക്കുന്നില്ല ഗൈസ്. ഞാൻ എന്നാലും കുറച്ചിടാം. 2 പ്രാവശ്യം പൊട്ടിക്കുന്നു. അത്യാവശ്യം മരം എടുത്തിട്ട് നമുക്ക് ഇനി പിന്നെ വുഡ് വേണം. സ്റ്റോൺ വേണം. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് യൂസ് ചെയ്യുക ഗൈസ്. ഈ ഗെയിമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇട്ടുതരാം. ജാവ എഡിഷനാണിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും മിക്കവായിരിക്കും. ജാവ എഡിഷനാണ്. കളിക്കാൻ അടിപൊളിയാണ് ഗൈസ്. ലാഗൊന്നും ഉണ്ടാവില്ല അധികം. എൻ്റെ ഫോൺ ഇച്ചിരി ഷോകൊണ്ട് മാത്രം ലാഗാണ് ഗൈസ്. അതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങിയേക്കാം. സിമ്പിളാണ് ഗൈസ്. കണ്ടിരിക്കുന്നത് വെച്ച് പോയാൽ മൗസ് ഉണ്ടാവും. മൗസല്ലേ നമുക്ക് കയ്യും വെച്ച് ചെയ്യാം. മൗസ് വേണ്ട, കയ്യും വെച്ച് ഇങ്ങനെ ചെയ്താൽ ഷോക്കാണ്. കയ്യും വെച്ച് ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. പിക്കാക്സ് ഫസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് പിക്കാക്സ് വെച്ച് അടി നോക്കണം. രാത്രി വാങ്ങാണ്ട് മുമ്പ് നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഷീപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സ്റ്റോൺ കിട്ടി. 2 അടി പോയിട്ട് സെറ്റാണ് ഗൈസ്. നമുക്ക് ഒരു 16 സ്റ്റോൺ വേണം. 16 മതിയാവും. നൈറ്റ് അയക്കാൻ ഇവിടെ അങ്ങാട് സ്റ്റേ ചെയ്യും ഗൈസ്. എന്നിട്ട് രാവിലെ ആയിട്ടാണ് വന്നത്. 16 വെച്ചുകൊണ്ടിരിക്കട്ടെ. എന്തായാലും ഉണ്ടാക്കേണ്ടി വന്നാല അയന്തപ്പി. ഞാൻ എന്തായാലും അടിയിലോട്ട് പോകും. അയന്തപ്പി ഇതിൽ നൈറ്റ് വിഷനൊന്നും ഇടാറ്റില്ല. കാരണം നമ്മൾ ഒന്നിനും പോകണം. ക്രിയേറ്റീവ് ഒന്നും
അത്രേ ഉള്ളൂ. ക്രിയേറ്റീവ് പോകാതിരിക്കുന്നതാണ് സുഖം അല്ലേ? എല്ലാവർക്കും തന്നെയായിരിക്കും സുഖം ക്രിയേറ്റീവ് പോകാതിരിക്കുന്ന. ചിലവർക്ക് ക്രിയേറ്റീവ് പോയി കളിച്ചിട്ടായിരിക്കും കൈ സുഖം. ഇത് വേണ്ട, എന്തായാലും കിട്ടും എനിക്ക്. പിന്നെ ഇതങ്ങനെ തുറന്നാൽ മതി. സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചേക്കുക. പിന്നെ ഒന്നും വേണ്ടല്ലോ. പിന്നെ ഇതങ്ങനെ എടുക്കുക. അയ്യോ, ഇത് പോയിക്കോ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആടിനെ തപ്പി ഇറങ്ങാം. ഓ, കേവ് നോക്കണം. കേവിൽ നിന്ന് അയൺ കിട്ടില്ലേ? അയൺ എനിക്ക് ആവശ്യമുണ്ട്. ഓ, അവിടെ ഷീപ്പല്ലാണ്ട്. ആടാ, ബെഡ് സെറ്റായി. ബെഡ് ഇതാരാണിങ്ങനെ വെച്ച്? മൾട്ടിപ്ലെയർ അല്ലല്ലോ. പിന്നെ മൂന്ന് രണ്ട് പിഗിനെ ഞാൻ കൊടുക്കുക. കുഞ്ഞിൻ്റെ ഓക്കെ രണ്ട് സെറ്റായിട്ടുണ്ട്. നീ ഉറങ്ങുന്നുണ്ട്. ഇതൊന്നാലും ആരെങ്കിലും വെച്ച് സ്റ്റോണാണ് കഴിച്ച് ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ഇങ്ങോട്ടല്ല വെച്ചാണ്. അത് തന്നെയല്ലേ. അത് കുറച്ച് ഞാൻ ബെഡ് ഉണ്ടാക്കിയേക്കാം. നൈറ്റ് ആയിക്കാനെ കിടക്കണ്ടേ? ബെഡ് എങ്ങനെ ഉണ്ടാക്കണം അമ്മേ? ടാസ്കാണോ? മൂന്നിത് ബെഡ് എങ്ങനെ ഐസ് ഉണ്ടാക്കണം? കിട്ടി ഐസ് കിട്ടി. പിന്നെ എനിക്കൊരു കളർ ഉണ്ടാക്കണം ബെഡ്. വെയിറ്റ് ചെയ്യട്ടെ ഐസ്. നമുക്ക് ഹായ് എൻ്റെ പൊന്നു ഇവിടെ ഫുള്ള് ഷീപ്പാണ് ഐസ്. 2 ബെഡ് ഉണ്ടാക്കാനുള്ള 2 ബെഡ്. ഓ, 4 ഷീപ്പല്ല. ഫുഡ് വേണം. ഈസ് മൈ എനർജി. ഞാൻ കവനെയും കൂടി കൊന്നിട്ട് രാത്രി ഫുഡായി. എന്നിട്ട് പിന്നെ വില്ലേജ് തപ്പി ഇറങ്ങണം. അതാണ് സുഖം. കേവ് കിട്ടി. അയനുള്ള സാധനം കിട്ടി. എല്ലാം എടുക്കണേ കൈസ. ഞാൻ പറയണ കേൾക്കാണെങ്കിൽ കമന്റ് ചെയ്യ കൈസ. എടാ ഓടലടാ. വേണ്ട എനിക്ക് വേണ്ട. സീഡി ഇരുന്നോട്ടെ കൈസ്. സീഡി ഇരുന്നോട്ടെ. നമുക്കൊരു സാധനം ഉണ്ടാക്കണം കൈസ്. സാധനത്തിൻ്റെ പേര് ഒരു കട്ട സാധനം ഉണ്ടാക്കണം. ഓ, ഇത് ഈ സാധനങ്ങളേ വേണ്ട. ഞാൻ ഇപ്പം ഉണ്ടാക്കണം. അത് വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ വെച്ചോളാം. ഫർണേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഫർണേഴ്സ് ഉണ്ടാക്കണം. 2 ഫർണേഴ്സ് ഇരിക്കട്ടെ. മറ്റേത് നിങ്ങൾ കോളുണ്ടാഴ്ച നമുക്ക് സെറ്റാക്കാം. എന്നാൽ ഡീപ്പോട്ടെ വൈസ്. ഓ, ഇരുട്ടാണല്ലോ. ഇഷ്ടമുള്ള കടിയിലോട്ട് നോക്കാം. നിങ്ങൾക്കൊന്നും കാണാനുണ്ടാവില്ല, എനിക്ക് കാണാം. ഞാൻ കൂട്ടിയിട്ട് കേട്ടോ വൈസ്. ഇപ്പോൾ വൈസ് എനിക്ക് ഇച്ചിരി കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനാറില്ല. ഞാൻ എന്താ എന്താ കോപ്പറ? കോപ്പറാണെന്ന് തോന്നുന്നു. പുതിയ സാധനമാണ്. ഒന്നും കാണാം വൈസ്. ടോർച്ച് ഉണ്ടാക്കണം. കോള് വേണം എനിക്ക്. ഞാൻ പൊക്കത്തോട്ടെ. അമ്മേ, ഒന്നുമേ കാണുന്നില്ല.
ടോർച്ചുണ്ടാക്കിയിട്ട് വരാം ഇതിനുണ്ട്. അപ്പം ഫുഡ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഇത് 10 വെച്ചാൽ മതി. ഓ 13 ഉണ്ട്. അപ്പം ഇതാണ് നോക്കണം. ഓക്കെ സെറ്റ് 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 ഇത് ബ്ലൂ ടി ഇത് ആവശ്യമുണ്ട്. എനിക്ക് ബ്ലൂ ബെട്ടാ ഇഷ്ടം. ബ്ലൂ ബെട്ടി കുറഞ്ഞ ശീലം. അയ്യോ ഞാൻ പറഞ്ഞ ബെഡ് 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 ഗ്രേബെട്ടാ ഗ്രേബെട്ടുണ്ടാകണം. ബെഡ് വെക്കണം. അവിടെ ഒരു ഡൈ ബെഡ് ഡൈ ഓക്കെ സാധനം കിട്ടി. കിടക്കാനുള്ളതായിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ നേരെ കിടക്കണേന് റീസ്പോൺ വെച്ചേട്ടാ. ഫുഡ് നാളെ ശരിയാണ് മതി. ഒരു മരം പെട്ട വയസ്സ് നമ്മ അത് രണ്ടെണ്ണം ഉണ്ടാക്കിയത്. രണ്ട് ഫർണസ് ഉണ്ടാക്കി മറന്നുപോയി. പക്ഷെ ഇതിൽ വെക്കാനൊന്നുമില്ല. വരം പെട്ട ഓക്കെ ഫയർ ഫുള്ളായിട്ടുണ്ട്. ഇനി മരം പറ്റിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം നോക്കാം. മരം നല്ലോണം വെക്കണം. അപ്പോൾ നമ്മ പകുതി മരം പറ്റിയിട്ടുണ്ട്. പകുതിയല്ല സൺസെറ്റ് കാണാൻ കണ്ട. ഓയ് കോള് കിട്ടി ഗൈസ്. കോളിങ്ങിമയാണ് എനിക്ക്. ഗൈസ് പറ്റിക്കപ്പെട്ടു. ഒരു കോളുണ്ടായിരുന്നുള്ളൂ. രണ്ട് ശേ ഇനിമയാണ് വരുന്നത്. നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കാനായിട്ടുണ്ട്. രാത്രി മോബിനെ നമ്മൾ വരത്തരുത്. അങ്ങനെ ഇരിക്കണം കളി. രാവിലെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ നോക്കിക്കോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാവരും അങ്ങനെ ചെയ്തു. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ദിവസത്തിലോട്ട് ഇപ്പോൾ പോകണം. പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇതെടുക്കണം. ഇതെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വെച്ചിട്ട് വെള്ളം എടുക്കുക. എന്നിട്ട് വെള്ളം എടുക്കുക. നാളെ മതിയാവും. നാളെ 2 ഓക്കെ. എന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി ഇത് വെക്കണം. കോള് നമുക്ക് ലൈറ്റ് എടുക്കണം. ലൈറ്റിന് എനിക്ക് ആവശ്യമുണ്ട്. നല്ല ആവശ്യമുണ്ട് ലൈറ്റിന്. ലൈറ്റ് എങ്ങനെയാണ് കോളിന് അത് നാളെ മതിയാവും. ഓക്കെ 8 കിട്ടും കൈസ. അത് മതി. കയ്യിൽ വെക്കാനത് മതി. കയ്യിൽ വെച്ചാൽ ലൈറ്റ് കിട്ടും. ഐസ് കിട്ടുക. അങ്ങനെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് വരാം. അപ്പോൾ നമ്മ സെറ്റിങ്സ് പേപ്പർ ഐറ്റംസ് കൂട്ടിയപ്പോൾ ഇച്ചിരി കളറായി. പിച്ച് പെട്ടു ഗൈസ്. അപ്പോൾ പിന്നെ മൈനിങ്ങിനോ ലൈറ്റ് വെക്കണം. ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കടിയിലോട്ട് ഡിഗ് ഡൗൺ ചെയ്യാം. കിച്ചൻ അപ്പോൾ അവധി കിട്ടൂലേ ഗൈസ്. അത് ചെയ്യാം. മൂന്നെണ്ണം വെച്ചൊക്കെ പോയാൽ മതി. അതെ എത്തത്തുള്ളൂ ഗൈസ്. എല്ലാം എടുക്കണം. എനിക്ക് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. വെറുതെ
എവിടെ നിന്ന് കിട്ടുമോ നോക്കണം. ഓക്കെ സെറ്റായി. പോകുമ്പോൾ ഞാൻ ഇതെല്ലാം ലൈറ്റ് എടുക്കും ഗൈസ്. ഞാൻ പൊട്ടിച്ചു വിട്ടു. എടാ ഒരു ഡയമണ്ട് കൊടുക്കാന്നതാ കേട്ടോ. ഇതിപ്പോൾ എവിടെ നിൽക്കണേ? ഡേ 1 ഞാനിപ്പോൾ എവിടെ നിൽക്കണുണ്ട്? ഞാൻ നോട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഞാൻ ലൈറ്റ് വെക്കണോ? 5 ലൈറ്റ് കൂടി ഉള്ളതാണ് ഞാൻ വെക്കാത്ത. പയ്യെ വെക്കണം. ഇത്രയും വന്ന ഗൈസാ എന്താണൊന്നും ഇല്ലാത്ത എനിക്ക് പോലും. ഓ ഇപ്പൊ പൊട്ടു എൻ്റെ എനിക്കുണ്ടാക്കാനുള്ള ചുറ്റാച്ച. ഓ ചമ്മീലൈസ്. ഞാനിനി ഫുള്ള് ഇതുണ്ടാക്കി. ക്രാഫിൻ്റെ ഉള്ളു ഞാൻ ക്രാഫ് ചെയ്തത് കുഴപ്പമില്ല. ഓ അതിനല്ലേ ഇത്? അതെ ആടാ സമയത്ത് പൊട്ടിയും ചെയ്തു. ഉണക്ക് കുറച്ച് ഇതൊരു നാളെ ഉണ്ടാക്കിയത് ആവശ്യം വരും. മൈനിങ് അല്ലേ. പിന്നെ നമ്മൾ അയൺ ടൂൾസ് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ അടുത്ത പാർട്ട് 2 ആയിരിക്കും ഗൈസ്. ഞാൻ മാത്രം ചെയ്യുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത്യാവശ്യം സമയമായി 17 മിനിറ്റായി. മൈൻക്രാഫ്റ്റ് നോക്കുമ്പോൾ പിന്നെ 17 കഴിയും. ഞാൻ ഇപ്പോൾ ഡയമണ്ട് നോക്കി പോകണോട്ടാണ് ഗൈസ് പോണത്. അത് വെച്ച് കഴിഞ്ഞാൽ അത്തരം അടിയിലോട്ട് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് കിട്ടി. ഓ എൻ്റെ ലക്ക് ഗൈസ്. ഞാൻ ഇനി ക്രിയേറ്റീവ് ആണെന്ന് പറയുന്നത് ഗൈസ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ് ഞാൻ ഇങ്ങനെ അയൺ എടുക്കുന്നത്. പിന്നെ ക്രിയേറ്റീവ് ആണെന്ന് പറയുന്നത്. ഇവിടുത്തെ ഓ പൊളി പൊളി കാണാം. ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാണ് ഞാൻ ലൈറ്റ് ഇപ്പൊ നൈറ്റ് എന്നാവും. ബെഡ് എവിടെയാണ് എൻ്റെ? അവിടെ വെട്ടി ഞാൻ പോയിച്ചു. പിന്നെ ഇങ്ങനെ ഡയമണ്ട് ഇരിക്കാൻ പൊളിക്കും ഗൈസ്. ഉറപ്പായിട്ടും പൊളിക്കും. എന്താണ് അവിടെ ലൈറ്റ്? ലൈറ്റ് 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 വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡ്. ലാസ്റ്റ് കേവ് കിട്ടി പൊളി പൊളി. ഡയമണ്ട് കിട്ടിയാൽ നമുക്ക് അയൺ വെച്ച് മെൽറ്റ് ടപ്പ് എടുക്കണം. ഈ പ്രശ്നം ഉണ്ടോ? വുഡ് ഉണ്ട്. ലാപ്പീസ് ഉണ്ട് ഇവിടെ. ലാപ്പീസ് എടുക്കാം. ലാപ്പീസൊക്കെ എടുത്തിട്ട് കുറേ നാളായി. ഇച്ചിരി പേടിയില്ല. ലാപ്പീസ് അമ്മേ അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്.
ഇവിടെ ഉണ്ടെന്നേ. ലാപ്പീസ് എടുക്കണം. ലാപ്പീസ് കഴിഞ്ഞിട്ട് അടിയിലോട്ട് പോകുമ്പോ ഡയമണ്ട് ഉണ്ടാവും. അങ്ങനെയാണെന്ന് പറയണം. ലാഭല്ല. ഓക്കെ, കിട്ടുക സ്റ്റോൺ കിട്ടുക. സ്റ്റോണി അയൺ പിക്കാക്സാണ്. എനിക്കറിയാം ഇവിടെ നിന്ന് അയൺ പിക്കാക്സ് ഉണ്ടാകട്ടെ. ഒരെണ്ണം വെച്ചാൽ മതി ബ്രോ. അയൺ പിക്കാക്സ് നമുക്കൊരു ഇത് വേണം, ഫർണേഴ്സ് വേണം. പണി പാടിയല്ല, ഒരിക്കാനൊന്നുമില്ല. പൊക്കത്തോട്ട് കൊണ്ട് വരും. ഒന്നുമില്ലാതെ ഞാൻ വരത്തുള്ളൂ. വാങ്ങിട്ട് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവാം. കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെച്ചാണ്. അതെനിക്ക് ചോദ്യം, എന്തോരോട് ഇത് ബെഡ്റോക്ക് എത്തിയ നമ്മ. അപ്പോൾ ഇവിടെ തന്നെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് ഉണ്ടാവും ഉറപ്പാണ് വെയിറ്റ്. കളയല്ലേ ഏടാ ഒക്കല്ലേടാ. ഇവിടെ നീ കാണുന്ന ഡയമണ്ടിലല്ലാതെ കാറിനൂടെ കൃത്യം ഞാൻ എനിക്കറിഞ്ഞൂടെ. എനിക്കറിയാത്തതാണ്. അവിടെയൊക്കെ ഡയമണ്ട് ഉണ്ടാകും ചിലപ്പോൾ. അവിടെ നമ്മ വന്ന വഴി ഏതാണ്? ഇല്ല, വന്ന വഴി ഒരു ഒരെണ്ണം കുത്തി വെച്ചേക്കാം. അവിടെ അങ്ങറി നോക്കാം. ക്രീപ്പർ ഉണ്ടാവാം, എനിക്ക് പേടി. നമ്മ വന്ന വഴിയായിരിക്കും. എല്ലാം പിടിക്കണം. ഇങ്ങനെ വെച്ച് പോവാ. എൻ്റെ അമ്മയെ പേടിച്ച് കുട്ടി സോമ്പി, വലിയ സോമ്പി. എൻ്റെ അമ്മേ ഞാനിപ്പോ ചെക്കാനേ. ഇങ്ങനെ വന്നേ. അവിടെ എന്തൊക്കെയുണ്ട് ഞാൻ നോക്കും. നമുക്ക് പോകണ്ട. ഇതിലോ അവിടെ അവര് ഇടവഴി ഉണ്ടാക്കാത്ത. എത്ര പറഞ്ഞോട്ടാ, ഞാൻ വെറുതെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയാ പണി പാളിയല്ല. എങ്ങനെ പോകും?
അവിടെ നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ ഫയർ ബട്ടൺ അടിക്കണ സാധനമില്ലേ ഇത് കാണിച്ച് വെച്ചിട്ട് പൊട്ടിച്ചോളാം. എനിക്ക് പോവാണ് മുന്നോട്ട് പോയി. ആ ശബ്ദം ഉണ്ടാക്കാതായിരുന്നു അതായിരിക്കും വയസ്സ് നല്ലത്. അങ്ങനത്തെ ഒരു കുടുംബത്തേർട്ടെ എന്ന് പറയണ സംഭവം സീനാണ്ട വയസ്സ് ഭയങ്കരമാണ്. മൈമ വാടാ ഇപ്പൊ ആഹാ പൊടി അമ്മേ കിടന്നുറങ്ങും. ഓ സോമ്പി നമ്മളെല്ലാ സാധനം പോവും. അടിയോട്ട് പോരുക എൻ്റെ തോന്നി രാവിലെ വിട്ടെ നമ്മളെല്ലാ സാധനം പോയി അത് തിരിച്ചെടുക്കും കഴിച്ചത്. ഇല്ല അതിൽ പോയതേക്കും അതിമ്പോഴേക്കും മതി. പിന്നെ കൊല്ലാൻ ചെയ്യണം. ചിക്കോടെ ഒരു എത്ര മതി അടിക്കട്ടോ. അയ്യപ്പോ നോട്ട് അയച്ചടാ. ഇങ്ങനെ വാതായിരുന്നല്ലോ ഗൈസ്. എപ്പോൾ എത്താനാണല്ലേ ആ അടിയേറ്റ് വിളിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇത്ര സ്ഥാനം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. ബാക്കിയെല്ലാം പോയി. ഇതിൽ 36,000 കിട്ടി ഗൈസ്. അത് മതി. മാക്സ് ഉണ്ടാവും. ഇനി ഇവിടെ നിൽക്കണം അത്ര സേഫ് അല്ല. നമുക്ക് എന്നാലും റിസ്ക് എടുക്കാം ഗൈസ്. റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ഓ ചെയ്യാൻ വയ്യ കാറ്റ്. തോന്നി ഐ നോ ബ്രോ. ഗൈസ് ഇന്നത്തെ വീഡിയോ 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ മാക്സിമം. 30-31 അങ്ങനെ. എടുത്തിട്ടുണ്ട് ഒബ്സിഡിയൻ. അപ്പം ആവശ്യമുള്ള ഒബ്സിഡിയൻ എടുക്കാം. ഓ ഗോൾഡ് അയൺ വേണം. ഗോൾഡിന് അയൺ വേണ്ട. അയൺ വേണം. ഓ മൈ ഗോഡ് ഡയമണ്ട് ഗൈസ്. വെയിറ്റ്. ആ രണ്ട് സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ ഇതുണ്ട്. ഒരു 3 അയൺ പ്ലീസ്. ഞാൻ വുഡും വെക്കും ഗൈസ്. പറ്റും. ഞാൻ ഇതിൽ വന്നില്ലേ? നേരെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ നേരെ പോയിരുന്നു. അല്ല ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോയത്. തിരിച്ചു വന്നപ്പോൾ ഡയമണ്ട് എത്ര നോട്ടെ. ഒരെണ്ണം ഉണ്ടെങ്കിൽ ചമ്മി. ഒരെണ്ണം ഉള്ളെങ്കിൽ 1 2 3 4 ലൈറ്റ്
അയ്യോ മതി മതി ധാരാളം കൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളില്ല. എപ്പോഴും ഞാൻ ഒരു ക്രാഫ്റ്റ് ടേബിൾ എൻ്റെ അമ്മേ മാരും ഫുഡ് ആ ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഉണ്ടാക്കാറില്ല. എന്ത് ചെയ്യും പറ എന്താ രാത്രിയായ ചേമ്പ് പോണ അമ്പോട്ടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ കഴിഞ്ഞിട്ട്. ഇവിടെ നിൽക്കാറുള്ള സ്പീഡിയാണ്. സത്യം ഇതിലും ഫർണേഴ്സ് എല്ലാം വേണ്ട നോക്ക്. ഡയമണ്ട് കിട്ടിയല്ലോ. ഫൈക്കാൻ നിൽക്കാം. എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി ദേടാ ഡീലോട്ടുണ്ട്. ഇത്ര ഉള്ള ഇത്ര മതി ധാരാളം. ഇത്ര മതി. എൻ്റെ അമ്മ അതിട്ടാണ്ട് ഞാൻ ഇത്ര കണ്ടത്. നമ്മളിന്ന് എടുക്കും. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പൊക്കത്തോട്ട് എടുത്തിട്ടും പറയാം വയസ്സ് അത് പറ്റുള്ളൂ. അയ്യോ അപ്പോൾ വയസ്സ് നമുക്ക് ക്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പയ്യെ മുറിച്ച് ഭാഗത്തോട്ട് പോകാം. അതുപോലെ നിങ്ങൾ ചാറണല്ലെങ്കിലേ കടുത്തര വയസ്സ് കണ്ട അടി കിട്ടു. ഞാനല്ല വെച്ചത് അറിയാം. നമുക്ക് നേരെ ഡയമണ്ട് എടുക്കാം ഗൈസ്. ഫുള്ള് ഡയമണ്ട് ആർമർ. ആ ഡയമണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും ഗൈസ്, പിന്നെ എടുക്കത്തുള്ളൂ. കേവ് കിട്ടിയാൽ എന്തായാലും നന്നായി. പിന്നെ ഇവിടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഡയമണ്ട്. അത്ഭുതം. പറ്റും ഗൈസ്, എല്ലാവർക്കും പറ്റും. പക്ഷെ എനിക്ക് അത്ഭുതം. പിക്കാക്സ് ഓക്കെ ഡയമണ്ട് എടുക്കാൻ പോവുകയാണ്. അച്ചീവ്മെന്റ്. എൻ്റെ അമ്മ 4 5 6 ഡയമണ്ട് ഉള്ളത്. 6 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും എടുക്കട്ടെ. എല്ലായിടത്തും എടുപ്പേലോട്ടോട്ടെ. ഗോൾഡ് കൂടെ എടുത്തേക്കാം. ഗോൾഡ് എനിക്ക് ആവശ്യമുണ്ട്. ഇച്ചിരി 3 ഉണ്ടല്ലോ. ഇപ്പഴത്തെ ഞാൻ ഒരു അയൺ കണ്ടേച്ചു, അതും കൂടെ എടുത്തോട്ടെ. ഞാൻ കണ്ടേച്ചേ 100% ഉറപ്പാണ്. നീ വഴി പോകുക. ഇവിടെയൊക്കെ സ്ഥലം കഴിഞ്ഞു. നോക്കുമ്പോൾ ഇവിടെ സ്ഥലം കഴിഞ്ഞു. ഇപ്പം ഇനി എങ്ങാട് പോകുമ്പോൾ എണ്ണ കണ്ടത് അങ്ങോട്ട് ഇങ്ങാട് തന്നെ ഇവിടെ ഇതായി എണ്ണായിരുന്നില്ലത്. ഞാൻ കണ്ട ചേച്ചി അവിടെ ഇപ്പുറത്തോട്ട് പോകുമ്പോ ഗോൾഡ് സ്റ്റോൺ നമുക്ക് ഇപ്പം ആവശ്യമില്ല. നമുക്ക് വന്ന് എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ.
അല്ലാതെ എല്ലായിടത്തുണ്ട്. ടോർച്ചോടെ ഇനി പൊക്കത്തോട്ടോ. ഓ ഇത് വേറെ ഇതിനകത്ത് ഓർമ്മ പൊക്കത്തോട്ട് കാണാൻ പറ്റുള്ള ഇരുട്ടായിരുന്നു. ഇനിയുണ്ട്. ഇനിയുണ്ട്. ഓക്കെ എല്ലാം കിട്ടിയാലുണ്ട്. ഇത് നേരെ പൊക്കത്തോട്ട് പോകാം. ഇവിടെ ആവശ്യമുണ്ട് വരാനുള്ളത്. വഴിയൊന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യം എത്തട്ടെ പൊക്കത്തോട്ട്. പൈസ നമ്മ പൊക്കത്തേറ്റ് നേരെ കിടന്നിട്ടുണ്ട്. രാത്രിയായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഇന്ന് എത്രാമത്തെ ദിവസമാണ്? മൂന്നാമത്തെ ദിവസം ഗൈസ്. മൂന്നാമത്തെ ദിവസം ഗൈസ്. അപ്പം നമ്മൾ 3 ദിവസം സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡയമണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ചെസ്റ്റിലെടുത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ലവ് യു ആൻഡ് ബൈ ഗൈസ്.